പത്തനംതിട്ട മലയാലപ്പുഴ പുതുക്കുളം വട്ടത്തറയിലാണ് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഇന്നലെ രാത്രിയോടുകൂടിയും പുലർച്ചെയുമായിട്ട് ഏതാണ്ട് 9 കാട്ടാനകൾ ജനവാസ മേഖലയിലൂടെ പോയി. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നാട്ടുകാർ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ 9 കാട്ടാനകളിൽ 7 എണ്ണം മാത്രമാണ് തിരികെ ജനവാസ മേഖലയിൽ നിന്ന് മടങ്ങിയിട്ടുള്ളത്. മറ്റ് 2 കാട്ടാനകൾ ഇപ്പോഴും ഇവിടെ തന്നെയുള്ള റബ്ബർ തോട്ടത്തിൽ തുടരുന്നുണ്ട്. RRT സംഘമൊക്കെ ഇവിടെ എത്തി ആനയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ തരത്തിൽ വന്യമൃഗശല്യം ഈ പ്രദേശങ്ങളിലുണ്ട്. ഒരു തരത്തിലും കൃഷി പോലും ചെയ്യാൻ കഴിയില്ല. എന്ത് കൃഷി ചെയ്താലും പലതരത്തിലുള്ള വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ജീവനും സ്വത്തിനുമൊക്കെ വലിയ തരത്തിലുള്ള ഭീതിയായിട്ട് കാട്ടാന കൂടി ഈ പ്രദേശത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിൽ 2 സ്ത്രീകൾ മാത്രമാണ് ഇവിടെ കഴിയുന്നത്. അവർ പോലും വലിയ ആശങ്കയിലാണ്. ഇപ്പോൾ ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണല്ലേ? ഒരു തരത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. പേടിച്ചിട്ട് കിടന്നുറങ്ങണ്ട. രാവിലെ എഴുന്നേറ്റാൽ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഭയം. ഒരു വണ്ടി വിളിച്ചെങ്കും അമ്മ വയ്യാതെ കിടക്കുക. എങ്ങോട്ടേലും ഒന്നും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആകെപ്പാടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ച് കഴിയുക. ഒരു തരത്തിൽ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ സ്ത്രീകൾ മാത്രമുള്ളൊരു വീടാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലായാലും ഇപ്പോൾ ഈ ഒരു വീട്ടിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങി മേളിലേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് 500 മീറ്ററെങ്കിലും ഉണ്ട്. ഈ വഴിയിലൊക്കെയാണ് ഇപ്പോൾ വരുന്ന വഴിക്കൊക്കെ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ മുമ്പോട്ട് ജീവിക്കുമെന്നറിയില്ലല്ലേ? അതെ അതെ, എങ്ങനെയാണെന്നറിയത്തില്ല. ഞങ്ങൾക്ക് കൃഷി ചെയ്ത് പോലും ജീവിക്കാനൊക്കത്തില്ല. പിന്നെ ഈ ആന സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട്. കുറേ വാഴയൊക്കെ വെച്ചായിരുന്നു, അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഞങ്ങൾ പഞ്ചായത്തിൽ പരാതിയും പറഞ്ഞതാണ്. എന്നിട്ട് അവർ വരാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ വന്നിട്ടില്ല. എങ്ങനെ മുമ്പോട്ട് ജീവിക്കുമെന്ന് അറിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും ഈ ആനകൾ ഇങ്ങനെ നിരന്തരം വന്നു പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് വീട് വിട്ട് എങ്ങോട്ട് പോകുമല്ലേ? വേറെ നമ്മുടെ ഉപജീവനമാർഗ്ഗം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഞാൻ ഉള്ളത് പറഞ്ഞാൽ സത്യമാണ്. നമുക്ക് അത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് കൂടുമെന്നുള്ള ഒരു ആശങ്കയിലായിപ്പോൾ ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോയാൽ. ഇപ്പോൾ പലതരത്തിലുള്ള കൃഷി ഈ പ്രദേശത്തുണ്ട്. നമുക്കിവിടെ വരുമ്പോൾ തന്നെ ഏറ്റവും ഭംഗിയുള്ള കുറേയധികം കൃഷികളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിലൊരു പച്ചപ്പൊക്കെയുള്ള പ്രദേശമാണ്. പക്ഷേ ഇവിടെ ആളുകൾ സമാധാനത്തോടു കൂടി അല്ല കഴിയുന്നത്. പ്രത്യേകിച്ച് വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. ഇപ്പോൾ ഇവിടെ നിരവധി പ്ലാവുകളുണ്ട്, അതിനകത്തെല്ലാം ചക്കയുണ്ട്. അതുപോലെ തന്നെ മറ്റ് കൃഷികൾ, റബ്ബർ അടക്കമുള്ളവയുണ്ട്. മറ്റ് പലതരം കൃഷികൾ ചെയ്താണ് ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കൃത്യമായിട്ടുള്ള ഫെൻസിങ് സംവിധാനം പോലും ഈ പ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പല തവണ ഇതുവഴി പോകുന്ന ആളുകൾ കാട്ടാനയുടെ മുമ്പിൽ പെട്ടിട്ടുണ്ട്. അവിടുന്ന് അവർ ജീവനം കൊണ്ട് അത്ഭുതകരമായിട്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ, ഒരുപക്ഷേ ചിന്നക്കനാലിലോ വയനാട്ടിലോ ഒക്കെ സംഭവിച്ചതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ ഈ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ ഉണ്ടായാൽ മാത്രമേ വനം വകുപ്പും സർക്കാരും ഒക്കെ ഇടപെടുകയുള്ളൂ എന്നുള്ള ചോദ്യം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങേയറ്റം ഭയത്തിലും ജീവൻ പണയം വെച്ചുമാണ് ഈ പ്രദേശങ്ങളിലെ ആളുകൾ കഴിയുന്നത്. വലിയ തരത്തിലാണ് ആ കാട്ടാന ശല്യം ഈ പ്രദേശത്ത് രൂക്ഷമായിട്ടിരിക്കുന്നത്. മലയാലപ്പുഴയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.